എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ ഒരു ഡിഷ് റാക്ക് അൺബോക്സിങ് വീഡിയോ ആണ് ചെയ്യുന്നത്. ഇത് അൺബോക്സിങ് വീഡിയോ എന്ന് ഇല്ല, എനിക്കൊരു ഡിഷ് റാക്ക് വേണമായിരുന്നു. എൻ്റെത് പഴയത് ചെറുതായിരുന്നു. അപ്പം ഇത് നമുക്ക് പരസ്യത്തിലൊക്കെ കാണുമ്പോൾ ഭയങ്കര അട്രാക്റ്റീവ് ആണല്ലോ, അപ്പോൾ പിന്നെ വലിയതുമാണല്ലോ. അപ്പം എനിക്ക് കുറച്ച് പാത്രം കൂടിയൊക്കെ നന്നായി ഇതിൽ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കിച്ചണിൽ ഇച്ചിരി കൂടെ സ്പേസ് കിട്ടുമല്ലോ എന്നോർത്താണ് വാങ്ങിച്ചത്. അപ്പോൾ ഇതിന് മുന്നേ ഞങ്ങൾ ഒരെണ്ണം വാങ്ങിച്ചായിരുന്നു. അത് ഞങ്ങൾ ഓർഡർ ചെയ്ത സാധനമല്ല വന്നത്. അപ്പോൾ അത് കാരണം കൊണ്ട് ഞങ്ങളത് തിരിച്ചു കൊടുത്തിട്ട് പിന്നെ വാങ്ങിച്ചതാണിത്. അപ്പോൾ ഇതൊന്ന് നമുക്കൊന്ന് തുറന്നു നോക്കാം ഇത് എങ്ങനെയുണ്ട് എന്നൊക്കെ. ആദ്യം വന്ന സാധനം ശരിക്കും നമുക്ക് ശരിക്കും പായ്ക്ക്ഡ് പോലും അല്ലായിരുന്നു. അതിങ്ങനെ ചുമ്മാ ഇങ്ങനെ ടൈറ്റ് ചെയ്ത് കെട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. ഒരു നല്ല ഔട്ടർ കവർ പോലും അല്ലായിരുന്നു അതിനുണ്ടായിരുന്നത്. അപ്പോൾ ഇതിപ്പോൾ കുഴപ്പമില്ല, നല്ല പാക്കിങ്ങും പരിപാടിയൊക്കെയാണ്. അപ്പോൾ നമുക്ക് തുറന്നു നോക്കാം എന്തായാലും നമ്മൾ ഉദ്ദേശിച്ച സാധനമാണോ, നമ്മൾ ഓർഡർ ചെയ്ത സാധനം തന്നെയാണോ ഇപ്രാവശ്യം നമുക്ക് വന്നിരിക്കണേന്ന്. പിന്നെ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ഈ സാധനം എങ്ങനെയാണ് ഫിക്സ് ചെയ്യണമെന്നൊക്കെ. അപ്പോൾ ആദ്യം കൊണ്ടുവന്നത് ഞങ്ങൾ ഫിക്സ് ചെയ്യണ വീഡിയോയോ അങ്ങനെയൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ രണ്ടാമത് വന്നപ്പോൾ എന്തായാലും ഒരു വീഡിയോ ചെയ്യാം, എനിക്ക് എന്തായാലും ചാനലുണ്ടല്ലോ, അപ്പോൾ ഒരു വീഡിയോ ചെയ്യാം. കാണാത്തവരുണ്ടായിരിക്കുമല്ലോ, അതുപോലെ ഇഷ്ടംപോലെ വീഡിയോസ് ഉണ്ട് ഇത് കണക്ട് ചെയ്യണതും അങ്ങനെ ഫിക്സ് ചെയ്യണതും ഒക്കെ. എങ്കിലും ഞാൻ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഇത് ചെയ്യണത്. അപ്പോൾ ഇത് വലിയ കുഴപ്പമില്ല. ഇപ്പം നല്ല വെൽ പാക്ഡ് ആയിട്ടാണ് ഇത് വന്നേക്കുന്നത്. ഇതുകൊണ്ട് എല്ലാം ഇത് നന്നായിട്ട് ഓരോ പീസുകൾ തങ്ങളിൽ പോലും അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നമുക്കൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ തുറന്നു കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇതെല്ലാം ഒന്ന് എല്ലാം നന്നായിട്ട് ഓരോരോ പീസുകൾ പോലും കളയാണ്ട് അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വാങ്ങിച്ചതിനകത്ത് ഇങ്ങനെ അറ്റാച്ച് ചെയ്തിട്ടൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല. എല്ലാം ഇങ്ങനെ ഒരു ഇതിലേക്ക് ഇങ്ങനെ പാക്കിങ്ങിലേക്ക് ഇങ്ങനെ അതിനകത്തേക്ക് ചുമ്മാ ഇങ്ങനെ ഇറക്കി വെച്ചിട്ടാണ് ഉണ്ടായുള്ളൂ. അപ്പോൾ ഇതെന്നായാലും കുഴപ്പമില്ലാന്ന് തോന്നുന്നുണ്ട്. എന്തായാലും നോക്കാം. എന്തായാലും ഇതിനകത്ത് ഇത് നമ്മുടെ പുറകിൽ അതിൻ്റെ ബാക്ക് സപ്പോർട്ടിൻ്റെ 2 ബാർസ് ഉണ്ട്. പിന്നെ 2 കാലുകളുണ്ട്, 2 സൈഡിലെ 2 കാലുകൾ. അപ്പോൾ ഇതൊക്കെ നമ്മൾ പരസ്യത്തിൽ കണ്ടിട്ടുണ്ടല്ലോ ഇങ്ങനെയാണ് ഇത് ഇരിക്കണേന്നൊക്കെ. അപ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ എങ്ങനെയാണ് ഇത് വെക്കണേന്നൊക്കെ ഞാൻ മാത്രമല്ല, എൻ്റെ മക്കളും എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആണ്. അവരിപ്പോൾ വീഡിയോ എടുക്കുന്ന കാരണം കൊണ്ട് എൻ്റെ അടുത്തേക്ക് വരാത്ത അവർ ഞാൻ വെക്കാൻ കൂടട്ടെ, ഞാനത് കട്ട് ചെയ്യട്ടെ എന്നൊക്കെ എന്നോട് ചുറ്റിന് നിന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതേ നമുക്ക് 2 വലിയ ട്രേ ഉണ്ട്, പിന്നെ ഒരു കുഞ്ഞി ട്രേ ഉണ്ട്, പിന്നെ സ്പൂണ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ വെക്കാനായിട്ടുള്ള ഒരു ചെറിയ ട്രേ ഉണ്ട്, പിന്നെ ഇതാ ഒരു കുഞ്ഞി ട്രേയും കൂടി ഉണ്ട്. പിന്നെ ഇത് കട്ടിംഗ് ബോർഡ്, നൈഫ് അതൊക്കെ വെക്കണതാണ്. അതൊക്കെ നമ്മുടെ ഈ ഇതിൻ്റെ പടത്തിൽ തന്നെ ഉണ്ടല്ലോ, അങ്ങനെയാണ് എനിക്കിതൊക്കെ മനസ്സിലായത് കേട്ടോ, എന്നൊക്കെയാണ് വെക്കണേന്ന്. അതിൻ്റെ പുറത്ത് കറക്റ്റായിട്ട് അത് പ്ലേസ് ചെയ്ത് വെച്ചിട്ടുള്ള കാരണം നമുക്കറിയാം. പിന്നെ ഇതിനകത്ത് ഇതിൻ്റെ സ്ക്രൂസ്, അത് ടൈറ്റ് ചെയ്യുന്ന സാധനങ്ങളൊക്കെ ഉണ്ട്. പിന്നെ തവിയൊക്കെ ഇടണ ഇങ്ങനെ ചെറിയ ചെറിയ ഹുക്കുകളുണ്ട് ഇതിനകത്ത്, തവിയൊക്കെ തൂക്കിയിടാനായിട്ടൊക്കെ ഉള്ളത്. പിന്നെ ഇതിനകത്ത് നമുക്ക് 4 സ്ക്രൂ ആണ് ചെയ്യാനുള്ളത് ടോട്ടലി. പക്ഷേ അവർ ഒരെണ്ണം എക്സ്ട്രാ വെച്ചിട്ടുണ്ട്, ഏതെങ്കിലും മിസ്സായി പോകും, എന്തെങ്കിലും ടൈറ്റ് ചെയ്യാൻ പറ്റാതെ വരുമൊക്കെ ചെയ്താലെന്ന് ഓർത്തായിരിക്കും. പിന്നെ ഇത് നമ്മൾ അതിൻ്റെ കാലിങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ പ്ലേസ് ചെയ്യുമായിരിക്കും നല്ലത്. ഇങ്ങനെ എവിടെയെങ്കിലും ഒരു ടേബിളിലോ അല്ലെ തറയിലോ ഒക്കെ വെച്ചിട്ട് ആ ബാർ ഇങ്ങനെ ആ ഹോളുള്ള വശം 2 ഉള്ളിലേക്ക് ആക്കി വെച്ചിട്ട് അതിനകത്തേക്ക് ഇങ്ങനെ പുഷ് ചെയ്ത് കൊടുക്കുമായിരിക്കും നല്ലത്. അതിങ്ങനെ കാലിങ്ങനെ നമ്മൾ കുത്തി നിൽക്കണ പോലെ നിർത്തിയിട്ട് നമ്മൾ വെക്കാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര പാടായിരിക്കും അതിലേക്ക് കയറ്റാൻ. അപ്പോൾ ഇതിങ്ങനെ തറയിൽ ഇങ്ങനെ വെച്ചിട്ട് കയറ്റുവാണെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് അതിനകത്തേക്ക് അതിങ്ങനെ 2ഉം വെക്കാൻ പറ്റും. അപ്പോൾ ഇതിപ്പോൾ ഞാൻ വെച്ച് കഴിഞ്ഞു ബാർ 2ഉം. ഇനിയിപ്പോൾ നമുക്കത് നേരെ നിർത്താം. എന്നിട്ട് ഇനിയിപ്പോൾ സ്ക്രൂ ഈ സൈഡിൽ 2 സ്ക്രൂ ഇടാനുള്ള ഹോളുണ്ട്, അതുപോലെ തന്നെ അപ്പുറത്തെ സൈഡിലും സ്ക്രൂ ഇടാനായിട്ട് 2 ഹോൾസ് ഉണ്ട്. അവിടെ മാത്രമേ നമുക്ക് സ്ക്രൂ ചെയ്യേണ്ട കാര്യമുള്ളൂ, വേറെ സ്ക്രൂ ഒന്നുമില്ല. പിന്നെ ഇത് അത്യാവശ്യം സോളിഡാണ്, വെയിറ്റൊക്കെ നന്നായിട്ട് വെയിറ്റ് താങ്ങും എന്നാണ് തോന്നണത്. അങ്ങനെയാണ് തോന്നിയത്, കയ്യിലെടുത്തപ്പോൾ ഇച്ചിരി നല്ലതായിട്ടാണ് തോന്നിയത് എന്നായാലും. അപ്പോൾ ഇതിപ്പോൾ ഞാൻ സ്ക്രൂ ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പോൾ ആദ്യം ചെയ്യേണ്ടത് നമുക്ക് ആ തവിയൊക്കെ തൂക്കാനുള്ള ഹുക്കുകളുണ്ടല്ലോ, അതാദ്യം വെച്ചിട്ടാണ് നമ്മൾ ട്രേ വെക്കേണ്ടത്. ഇങ്ങനെ ഇതിൻ്റെ പുറത്തേക്ക് ട്രേ വെക്കാനും അതിനൊരു ചെറിയ ഹുക്കുകളുണ്ട് ട്രേ ഇങ്ങനെ നിൽക്കാൻ. നമുക്കത് തോന്നും ഇത് പാത്രം നിൽക്കുമോ എന്നൊരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു ഇതിനകത്ത് വെയിറ്റ് വെച്ച് കഴിയുമ്പോഴത്തേക്കും. കാരണം ആ ഒറ്റ ഒരു ഹുക്കിൽ ഇതിങ്ങനെ നിൽക്കണ്ടേന്ന്, വെയിറ്റൊക്കെ അതിനകത്ത് താങ്ങുമോ എന്നുള്ളത്.
പിന്നെ ഇതൊക്കെ ഈ ട്രേ ഒക്കെ വെക്കുന്നത് നമ്മുടെ കൈപ്പാങ് അനുസരിച്ചും നമ്മുടെ വാഷിംഗ് ഏരിയയുടെ പ്ലേസിങ് അനുസരിച്ചും നമുക്ക് വെക്കാം കേട്ടോ. റൈറ്റ് സൈഡോ ലെഫ്റ്റ് സൈഡോ അങ്ങനെയൊക്കെ വെക്കാം. അപ്പോൾ കത്തി വെക്കാനുള്ളതും അതൊക്കെ സൈഡിലേക്ക് വെച്ചു. പിന്നെ ഓരോ ട്രേകളും നമുക്ക് അതിൻ്റെ പുറത്ത് തന്നെ ഇതിൻ്റെ ഇത് കാണിച്ചിട്ടുള്ളത് കാരണം നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ല ഇത് വെക്കാനായിട്ട്. പിന്നെ അതിൻ്റെ ഒരു മാനുവൽ നമുക്ക് ഓൾറെഡി കൊടുത്തിട്ടുണ്ട് വെക്കാനായിട്ട്. അപ്പോൾ ഈ സാധനം എങ്ങനെയാണ് വെക്കണേന്ന് ആകെ ഒരു കൺഫ്യൂഷനായിരുന്നു, ഇത് എങ്ങനെ വെക്കും എന്നുള്ളത്. കാരണം ഇത് വെക്കാനായിട്ട് ഒരു കൊളുത്തോ അങ്ങനെയൊന്നും അതിലുണ്ടായിരുന്നില്ല. പിന്നെ അവസാനം ആണ് മനസ്സിലായത് അതിന് എൻ്റെ കാലിൻ്റെ അടിയിലേക്കാണ് വെക്കേണ്ടതെന്ന്. അങ്ങനെ ഞങ്ങൾ അതും പ്ലേസ് ചെയ്തു. അത് നമ്മുടെ നൈഫൊക്കെ വെക്കണ സാധനമാണ്. പിന്നെ നമ്മുടെ സ്പൂണൊക്കെ വെക്കണ ഒരു ഇത് വളരെ ചെറുതാട്ടോ, ഇതിലൊന്നും നമ്മുടെ സ്പൂൺ തികയൂല എന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ വീട്ടിൽ കുറേ സ്പൂണുണ്ട്, പിള്ളേരൊക്കെ ഉള്ളത് കാരണം കൊണ്ട് അവരുടെ സ്പൂണുകൾ തന്നെ കുറേ ഉണ്ട്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഷൂറാക്കല്ല ഡിഷ്റാക്ക്. പിന്നെ അപ്പോൾ ഞങ്ങളത് സെറ്റ് ചെയ്ത് വെച്ചു. അപ്പോൾ ഇനി ഇതിനകത്ത് ഒരു സോപ്പ് ലിക്വിഡ് വെച്ചിട്ടുണ്ട്, പിന്നെ സ്ക്രബ്ബർ, പിന്നെ ഒരു ഹാൻഡ് വാഷും കൂടെ വെച്ചിട്ടുണ്ട്. പിന്നെ പാത്രങ്ങളൊക്കെ ഇവിടെ വെച്ചു. പിന്നെ കുറച്ച് ഗ്ലാസ്സുകൾ ബാക്കിയാണ്, ഗ്ലാസ്സുകൾ കഴുകാൻ കിടക്കുമല്ലോ, അപ്പോൾ അതൊക്കെ ഇരിക്കുന്നു. പിന്നെ പിള്ളേരുടെ ടിഫിന് നമ്മുടെ ചെറിയ ബൗൾസ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇവിടെ വെച്ചു. പിന്നെ കുറച്ച് തവികളൊക്കെ ഇതിലെ തൂക്കിയൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ സ്പൂൺ വെക്കാനായിട്ട് സ്പൂണെല്ലാം കഴുകാൻ കിടക്കുകയാണ്, അതുകൊണ്ടുള്ള 2 സ്പൂൺ എടുത്ത് വെച്ചിട്ടുണ്ട് സ്പൂണ്. പിന്നെ ഇതിനകത്ത് ആക്ച്വലി നൈഫാണ്, പക്ഷെ നമ്മുടെ നൈഫൊക്കെ ഇത്രയുള്ള നൈഫായതുകൊണ്ട് ഇതിൽ ഫിറ്റാകത്തില്ല. അതുകൊണ്ട് ഞാൻ ഇതിലേക്ക് നമ്മുടെ എന്നാ ഇങ്ങനെ ചേർക്കേണ്ട സാധനം വെച്ചിട്ടുണ്ട്, അതൊക്കെ വെച്ചു. അപ്പൊ അത്യാവശ്യം സെറ്റ് ചെയ്ത് ഞങ്ങള്. വലിയ കുഴപ്പമില്ലാന്ന് തോന്നുന്നു. ഇതുകൊണ്ട് വല്ല യൂസ് ഉണ്ടോ എന്ന് അറിയില്ല. നമുക്ക് മറ്റേ സാധനം കുഞ്ഞിതിൽ വെക്കാൻ പറ്റിയ അത്രയും സാധനം ഇതിൽ വെക്കാൻ പറ്റുമോ എന്ന് അറിയില്ല. നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ രണ്ടാമത് വന്ന ഡിഷ് റാക്കും എനിക്ക് തിരിച്ചു കൊടുക്കേണ്ട വന്നു. കാരണം എന്നാന്ന് ചോദിച്ചാൽ ഞങ്ങൾ കറക്റ്റായിട്ട് ഞങ്ങളുടെ ഡിഷ് കൗണ്ടർ അളന്ന് നോക്കിയതിന് ശേഷം കറക്റ്റ് അളവിനുള്ളതാണ് ഓർഡർ ചെയ്തത്, അല്ലെങ്കിൽ എക്സ്റ്റെൻഡബിൾ എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ ഓർഡർ ചെയ്തത്. പക്ഷെ നമുക്ക് വന്നത് രണ്ടും ഓർഡർ ചെയ്തതല്ലായിരുന്നു, അതുകൊണ്ട് തന്നെയാണ് തിരിച്ചു കൊടുക്കേണ്ട വന്നത്. നിങ്ങൾക്ക് കാണാം ഇതിൻ്റെ ഒരു കാല് ഡിഷ് കൗണ്ടറിനകത്തും ഒരു കാല് ഡിഷ് കൗണ്ടറിൻ്റെ വെളിയിലുമാണ് ഇരിക്കുന്നത്. ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ പാത്രം നമ്മൾ കഴുകി വെച്ച് കഴിയുമ്പം വെയിറ്റൊക്കെ ആയി കഴിയുമ്പോഴത്തേക്കും അത് അങ്ങോട്ടും ഇങ്ങോട്ടും ആടാൻ സാധ്യതയുണ്ട്. പിന്നെ ആമസോണിൽ നിന്ന് വാങ്ങിച്ചതായതുകൊണ്ട് തന്നെ അത് 2 പ്രാവശ്യം ഞങ്ങൾ തിരിച്ചു കൊടുത്തിട്ടും നമുക്ക് പൈസ റീഫണ്ട് ചെയ്ത് കിട്ടി. പിന്നെ ഒരു കാര്യം ഞാൻ വെച്ചിട്ട് എനിക്ക് മനസ്സിലായത്, എനിക്ക് ഇച്ചിരി പൊക്കം കുറവാണ്. അതുകൊണ്ട് ഞാൻ പാത്രമൊക്കെ കഴുകി അതിൻ്റെ പൊക്കത്തിലേക്ക് വെക്കുമ്പോൾ ഡിഷ്ട്രാക്കിന് ഇച്ചിരി പൊക്കം കൂടുതലുണ്ട്. അപ്പം പാത്രം കഴുകി വെക്കണ സമയത്ത് ആ പാത്രത്തിൽ നിന്ന് എൻ്റെ കയ്യെ കൂടെ വെള്ളം ഊർന്ന് മേത്തേട്ട് വീഴുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയും കൂടി ഒരു കാര്യം ഉള്ളത് കൊണ്ട് ഞാനത് തിരിച്ചു കൊടുത്തു. പിന്നെ എൻ്റെ പഴയ ഡിഷ്ട്രാക്കാണിത്, ഇതിൻ്റെ ഈ ഒരു കപ്പാസിറ്റി അതിന് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല, അതുകൊണ്ട് ഞാനത് തിരിച്ചു കൊടുത്തു. അപ്പോൾ നമ്മൾ ഓൺലൈനിൽ ഇങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങിക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ച് ഒക്കെ വാങ്ങിക്കണം എന്നാണ് ഈ വീഡിയോയിലൂടെ എനിക്ക് പറയാനുള്ളത്. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു.